ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലീസ് മാത്യു. എന്താ എല്ലാവർക്കും സുഖം തന്നെ? ഇവിടെ വിശേഷമൊന്നുമില്ല കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കമന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ കമന്റ് ഒരുപാട് ഇഷ്ടമായി. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ളതും വളരെ കറക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കമന്റാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കമന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കമന്റ് എന്താണെന്ന് നോക്കാം. കമന്റ് ഇപ്പോൾ ഇങ്ങനെയാണ്: നാർസിസം ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് സഹിക്കണം, ക്ഷമിക്കണം എന്ന് ബൈബിളിലെ വചനങ്ങൾ വളച്ചൊടിച്ചാണ്. ആരെന്ത് ചെയ്താലും സഹിക്കണം, ക്ഷമിക്കണം എന്നല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? അബദ്ധത്തിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കും പാറ്റേൺസും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഓരോരുത്തരും മനസ്സിലാക്കണം. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് എന്നിവ ഉണ്ടാകണം. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എപ്പോഴും ആരെന്ത് ചെയ്താലും ക്ഷമിച്ചുകൊണ്ടിരിക്കുക എന്നത് ശരിയായ രീതിയല്ല. വളരെ കറക്റ്റ്. മനഃപൂർവ്വം കരുതിക്കൂട്ടി ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് മനസ്സിലാക്കുകയും എത്ര അടുത്ത ബന്ധുവാണെങ്കിലും അതിൽ നിന്നും മാറിപ്പോകാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുകയും വേണം. ക്ഷമിക്കണം, പക്ഷെ പകരം വീട്ടരുത്. വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം, പക്ഷെ പകയും വിദ്വേഷവും ഒന്നുമായിട്ട് പകരം വീട്ടാനായിട്ട് നിൽക്കരുത്. പക്ഷേ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൻ്റെ ഇടം വേണം താൻ. ഈ കമന്റ് ഇട്ട ആൾക്ക് ഒരു 1000 നന്ദി. എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാനും പറയാനായിട്ട് എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഒരു കമന്റ് അതുപോലെ കേട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടുമ്പോഴുണ്ടല്ലോ, അതിന് ഭയങ്കര വിലമതിക്കാനാവാത്ത മൂല്യമാണുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഡിലേമേലാക്കുന്ന ഒരു കാര്യമാണ് സഹിക്കണം, ക്ഷമിക്കണം, കുലസ്ത്രീ ആവണം, വിധേയത്തോടെ ജീവിക്കണം എന്നെല്ലാം പറയുന്നത് അല്ലേ? നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കിയെന്നാൽ അറിയാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അവരവരുടെ വീട്ടിൽ ചെന്ന് പറയുകയാണ്, എനിക്കിങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിൽ ബുദ്ധിമുട്ടാണ്, അവരെന്നെ ഇങ്ങനെ ഇൽ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് എന്നെ പീഡിപ്പിക്കുന്നു, ഫിസിക്കലി ആൻഡ് മെന്റലി എന്നൊക്കെ വീട്ടുകാരോടോ സഹോദരങ്ങളോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്നാണെന്ന് അറിയാമോ? നീ കുറെയൊക്കെ ക്ഷമിക്കണം, നിന്റെ എടുത്തുചാട്ടം കൊണ്ടാണ്, അല്ലാതെ പുള്ളിക്കാരൻ അങ്ങനെയൊന്നും അല്ല, അതൊക്കെ നിന്റെ തോന്നലുകൾ കൊണ്ടാണ്, നിനക്ക് സംശയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വ്യക്തിയെ, ആ വിക്ടിമിനെ അങ്ങോട്ട് ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആണ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നത്. അപ്പോൾ കുറെ ഇങ്ങനെയെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേന് പുള്ളിക്കാരത്തി അല്ലെങ്കിൽ ആ സ്ത്രീ തന്നെ ഓർക്കും, അയ്യോ എന്നിലായിരിക്കും കുറ്റം, ഞാൻ തന്നെ കുറ്റക്കാരി എന്നങ്ങനെ അങ്ങ് വെന്ത് നീറി അങ്ങ് ഇരിക്കുകയാണ് അല്ലേ? എന്തുമാത്രം പ്രാവശ്യം കേട്ടിരിക്കുന്ന സഹിക്കണം, ക്ഷമിക്കണം. ശരിയാണ്, ബൈബിളിൽ അങ്ങനെ ഒരു വാചകമുണ്ട്, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. പക്ഷെ 71ാമത്തെ പ്രാവശ്യം തെറ്റ് ചെയ്തുകൊണ്ട് വന്നാൽ എന്നെ എടുക്കും എന്ന് പല പ്രാവശ്യം പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയെന്നാൽ കണിശമായിട്ടും ക്ഷമ ചോദിക്കണം, പൊരുത്തപ്പെട്ടു പോകണം. നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ എപ്പോഴും നമ്മൾക്കൊരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ. അതൊക്കെ ക്ഷമിച്ച് കളയാനായിട്ട് നമുക്കൊരു മനസ്സ് വേണം. ഭാര്യയാണേലും ഭർത്താവാണേലും കേട്ടോ. ഈ ഭർത്താക്കന്മാർ മാത്രമല്ല, നാർസിസിസ്റ്റ് ആയിട്ടുള്ളവരെ ഭാര്യമാരുമുണ്ട്. പക്ഷേ ഏറെ കൂടുതൽ കാണുന്നത് പുരുഷന്മാരിലാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെടുന്നത്. പിന്നെ സ്ത്രീകൾ പിന്നെയും സഹിച്ചും ക്ഷമിച്ചും എല്ലാം പോകുന്നതിന്റെ കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുന്നത് നമ്മുടെ കുടുംബ ഭദ്രത. അയ്യോ ഞാനിപ്പോൾ മഴക്ക് പിടിച്ച് അങ്ങോട്ട് പോയെന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താവും? കുഞ്ഞുങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ ഉണ്ടാകുന്നത്? എല്ലാവരും അവസാനം പഴിച്ചു വരുന്നത് ഈ സ്ത്രീയെ ആയിരിക്കും. ഭർത്താവ് എന്നാ പോക്രിയാണെന്ന് പറഞ്ഞെന്നാലും അവസാനം കുറ്റം മുഴുവനും വരുന്നത് ആ സ്ത്രീയുടെ പുറത്തായിരിക്കും. അങ്ങനെ ഓർത്തിട്ട് എന്തെങ്കിലും ആയിപ്പോട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ടിരിക്കണം, സമൂഹത്തിന്റെ മുന്നിൽ ഒരു നല്ലൊരു പേര് വേണം, അല്ലാതെ അവൾ തൻ്റെടിയാണേ, അവൾ അഹങ്കാരിയാണേ എന്നുള്ള പേര് വേണ്ട എന്ന് കരുതി ആ സ്ത്രീകളെല്ലാം അങ്ങ് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് ക്ഷമിക്കും. പക്ഷെ അങ്ങനെ ക്ഷമിച്ച് ജീവിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് ഹോമിക്കപ്പെടുന്നത്. പക്ഷേ ഈ ക്ഷമിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ക്ഷമിക്കുന്ന ആളാന്ന് കരുതി കഴിയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആള് എന്ത് തോന്നിയാസം കാണിച്ചാണ്, അയ്യോ എന്നോട് ക്ഷമിച്ചു കളാം. പ്രത്യേകിച്ച് നാർസിസ്റ്റുകളെ മാനിപ്പുലേറ്റീവ് ആണ്. അവരവരുടെ കാര്യം മാത്രമേ ഓർക്കുകയുള്ളൂ. അവരെ തന്നെ നല്ല ആളാണെന്ന് അങ്ങ് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ഷമിക്കണം. പക്ഷെ അതൊരു പാറ്റേൺ ആയിട്ട് വന്നാൽ, ഫോർ എക്സാമ്പിൾ പറയാം, ഭർത്താവിന് അന്യ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞെന്നാൽ ഫോണിൽ കൂടെ ചാറ്റ് ചെയ്യുക, ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുക, അങ്ങനെയെല്ലാം ഉണ്ട്.
ഭാര്യയ്ക്ക് സംശയം തോന്നി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ അങ്ങ് തട്ടിക്കേറും. ഓഫ് കോഴ്സ് ഭാര്യ വഴക്ക് കുടിക്കും. ഒരു ദിവസം ആ ചാറ്റിങ്ങും എല്ലാം കണ്ടുപിടിച്ചിട്ട് ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റെഡ് ഹാൻഡ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് പറയും, ഓ ഞാനൊന്നും അറിയാതെയാണ്, അത് ആ സ്ത്രീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനായിട്ടാണ്, എനിക്കിതുപോലെയൊക്കെയുള്ള അസംഖ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാം, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു കളയാം, ഞാൻ അവളെ ബ്ലോക്ക് ചെയ്തേക്കാം എന്നെല്ലാം പറയും. ഉടനെ ഭാര്യ ഓർക്കും, ശരി ക്ഷമിച്ചു കളയാം. എപ്പോഴും ക്ഷമിക്കുകയാണല്ലോ. ഭാര്യ ഭയങ്കര സീരിയസ് ആണ്, വഴക്ക് പിടിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഭാര്യയുടെ കാല് വരെ പിടിച്ചെന്നിരിക്കും. കാരണം ഇത് വേറെ ആരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഒരു നാണക്കേടാണ് ഉണ്ടാകുന്നത് അല്ലേ. ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നാണക്കേടല്ല, അതുകൊണ്ട് പറയരുത്, ഇനി മേലാൽ അത് ഉണ്ടാകത്തില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം പറയും. പക്ഷെ സെയിം തിങ് വീണ്ടും ആവർത്തിച്ചെന്നാൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഞാനും ഈ കമന്റ് ഇട്ട ആളിനോടൊപ്പമാണ്. ആരോടും എന്തെല്ലാം കുറ്റം കാണിച്ചെന്നാലും ഏഴുനേരം അവരെ അങ്ങ് ക്ഷമിച്ചിട്ട് പിന്നെയും പണ്ടത്തെ പോലെ അങ്ങ് പോകാനായിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതി ഒട്ടും ശരിയല്ല. മനഃപൂർവ്വം ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണ്ടത് ചെയ്യണം. വാസ്തവം പറഞ്ഞാൽ നമുക്ക് നാർസിസിസ്റ്റ് ആയിട്ടുള്ള പേരൻസോ സഹോദരങ്ങളോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് അതിനെ മാനേജ് ചെയ്യാനായിട്ട് അല്ലേ. അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്ക് ബന്ധം ഏർപ്പെടുത്തിയിട്ട് മിണ്ടാതെ അങ്ങ് കിടക്കുക, അവർക്ക് അവരുടെ വഴി, നമ്മൾ ഫൊർഗീവ് ചെയ്ത് നമ്മുടെ ഓൺ മെന്റൽ പീസിന് വേണ്ടി ഫൊർഗീവ് ചെയ്തിട്ട് നെവർ മൈൻഡ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് തട്ടി മാറ്റിയിട്ട് അങ്ങ് ജീവിക്കാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ ഇത് ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? പക്ഷേ ഈ നാർസിസ്റ്റ് ഭാര്യയോ ഭർത്താവോ ആവുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ കൾച്ചർ അനുസരിച്ച് എല്ലാവരുടെയും ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അതുപോലെ തന്നെ ഭാര്യ എന്തുമാത്രം പീഡനം അനുഭവിച്ചെന്നാലും കുറ്റം അവസാനം വന്നു കഴിയുമ്പോൾ ഭാര്യയുടെ പുറത്ത് തന്നെ വരുവുള്ളൂ. എല്ലാവരും സ്ത്രീകളെ അങ്ങോട്ട് തെറ്റുകാരിയാക്കാനായിട്ടുള്ള പ്രവണതയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്റെ അഭിപ്രായത്തിൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തന്റെ ഇടം ഒരു സ്ത്രീക്ക് വേണം. ഈ ലോകത്തിൽ നമ്മൾക്ക് ഓരോരുത്തരും, പുരുഷന്മാർ മാത്രമല്ല എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട, സ്ത്രീകൾക്കും ജീവിതം ആസ്വദിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു അർഹതയുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് കമ്പാഷൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വിവരിക്കുന്നില്ല. നിങ്ങളുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യുക. ഫൊർഗീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആള് ചെയ്തത് മുഴുവൻ ശരിയാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, തെറ്റ് എൻ്റെ പക്ഷത്താണെന്നൊന്നും എഗ്രി ചെയ്യുന്നതല്ല. അവര് ചെയ്തത് തെറ്റാണ്, ഞാനങ്ങ് ക്ഷമിച്ചു കളയുകയാണ്, അവർക്ക് വിവരമില്ലാഞ്ഞിട്ട് ചെയ്തു പോയി എന്നാ പറയുന്നുള്ളൂ, അല്ലെ അവർക്ക് എന്നെ അറിയാൻ മേലായിരിക്കും, അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്തു. ഞാൻ അതുകൊണ്ട് ഫൊർഗീവ് ചെയ്യുകയാണ്, കാരണം എനിക്ക് പീസ് ഓഫ് മൈൻഡ് വേണം. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾക്ക് എന്തുമാത്രം പീസ് ഓഫ് മൈൻഡ് കാണുമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ളവരെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കളയുക, അവരുമായിട്ട് അസോസിയേഷൻ ഇല്ലാതെ ഇരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളുടെ ആശയങ്ങളോട് യോജിക്കുന്നതും നിങ്ങൾക്കൊരു വിഷമഘട്ടമുണ്ടാകുമ്പോൾ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളവരുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പകയും വിദ്വേഷവും ഒന്നും ഉണ്ടാകരുത് കേട്ടോ. ഫൊർഗീവ് ചെയ്ത് കളഞ്ഞു, അവരെ അങ്ങ് വിട്ട് കളഞ്ഞു, അവരെ ഇഗ്നോർ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ട് അങ്ങ് ജീവിക്കണം. നിങ്ങൾ എന്നിട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് ഉന്നതങ്ങൾ കയറണം. പക്ഷേ നമുക്ക് ഇവരോടൊന്നും പകയും വൈരാഗ്യവും ഒന്നും വേണ്ട. സപ്പോസ് നമുക്കൊരു പകയും വൈരാഗ്യവുമുള്ള ഒരു മനസ്സാണ്, അവരെ നമുക്ക് അടിച്ച് താക്കണം. അവരെ ഞാൻ എങ്ങനെ, ഈ നാർസിസ്റ്റുകൾക്കൊരു ദൂഷ്യമുണ്ട്, അവർക്ക് നമ്മളെ ഇഷ്ടമില്ല, നമ്മൾ അവരുടെ വരുതിക്ക് വരുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞു വരുത്തും, മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾ നല്ല വഴിക്കാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരു ബാധകവുമില്ല. കുറച്ച് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവിടെ തന്നെ അങ്ങ് നിൽക്കും. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ ഒരു 60 വയസ്സോ 70 വയസ്സോ ഒക്കെ കഴിഞ്ഞവരൊക്കെ ഇനിയിപ്പം മറ്റുള്ളവരുടെ നല്ല ഗുഡ് ലിസ്റ്റിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ കിട്ടി ഒന്നും ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ആരാണോ അതനുസരിച്ച് ജീവിക്കുക. നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് മാന്യമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പം മറ്റുള്ളവർ വന്ന് നമ്മളെക്കുറിച്ച് കുറേ കുറ്റവും കുറവുകളും എന്നെല്ലാം വൃത്തികേട് പറയുക, അതെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞ് അതൊക്കെ ഷോർട്ട് പീരീഡിനെ കാണുകയുള്ളൂ കേട്ടോ. അത് പിടിയുന്നങ്ങ് അതങ്ങ് താന്നു പൊക്കോളും. സോ ഓക്കെ, നേരെ മറിച്ച് നമുക്കൊരു പകയും വിദ്വേഷവും ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും എരിഞ്ഞു കെട്ടിയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് സ്ട്രെസ്സ് കൂടും. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്കുള്ള രോഗങ്ങളെല്ലാം വരാം. ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ് എന്നും വേണ്ട ഈ ലോകത്തിലുള്ള എല്ലാ മാരകമായിട്ടുള്ള അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും പകയും വിദ്വേഷവും ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ അങ്ങനെയുള്ളവരെ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ജോലികൾ ചെയ്ത് നിങ്ങൾ നല്ലപോലെ എക്സൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ
നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് മറ്റുള്ളവര് അസൂയപ്പെട്ടു. ഓ, മോശമായി പോയി, ഇനി ആളോട് ഞാൻ വഴക്ക് പിടിച്ചു, പിണങ്ങി, അല്ലെ അവരെ കുറിച്ച് മോശം പറഞ്ഞതെല്ലാം മോശമായി പോയെന്ന് അവർക്ക് തന്നെ തോന്നും. അങ്ങനെ ഒരു ഫീലാണ് നിങ്ങൾ വരുത്തിയെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ പകരം വീട്ടാനുള്ള പകയൊന്നും വേണ്ട കേട്ടോ. അത് ക്യാൻസറിനേക്കാളും മാരകമായ ഭവിഷ്യത്തുകളായിരിക്കും കൊണ്ടുവരിക. അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി. കാരണം നമുക്കിനിയും വീണ് കിട്ടുന്ന നമ്മുടെ ജീവിതം നല്ലതുപോലെ ആസ്വദിച്ച് ജീവിച്ച് തീർക്കുക എന്നുള്ള ഒരു എണ്ണത്തോടു കൂടി തന്നെ ജീവിക്കണം. അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഈ കമന്റ് ഇട്ട ആൾക്ക് ഒരുപാട് താങ്ക്സ്. എല്ലാവരും ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതൊരു പാറ്റേൺ ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞോട്ടെ, ഈ നാർസിസിസ്റ്റുകളുമായിട്ട് റിയൽ ആയിട്ടുള്ള നാർസിസിസ്റ്റിക് ബിഹേവിയറുമായിട്ട് നിങ്ങൾ വർഷങ്ങളോളം, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ 10-15 വർഷങ്ങളായിട്ട് ഇതൊക്കെ സഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണിശമായിട്ടും ഈ സഹിക്കണം, ക്ഷമിക്കണം, വിധേയത്തോടെ ജീവിക്കണം എന്നുള്ള ആ ഉപദേശങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കണിശമായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ ഹെൽപ്പ് മേടിച്ചിട്ട് നിങ്ങൾ തെറപ്പിക്ക് വിധേയമാകണം. അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കാണണം. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകണം. കാരണം ഒരു 10-15 വർഷം ഈ വക കാര്യങ്ങളും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തുമാത്രം സഹിച്ചു ക്ഷമിച്ചു എന്നുള്ളത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് വേണ്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. അതിനകത്ത് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല തൻ്റെ അടുത്തോടും കറേജസ് ആയിട്ട് മുന്നോട്ട് തന്നെ പോകണം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.